ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഫോണിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളപ്പോൾ ഇന്ന് അതിനകത്ത് മീനിനെ ഇട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫുൾ വീഡിയോ എന്ന് പറയാൻ വേണമെങ്കിൽ ഇതിനെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആർക്കെങ്കിലും UK അല്ലെങ്കിൽ നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ പോണ്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് പറയുവാണെങ്കിൽ എൻ്റെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു വീട്ടിലെ ബാക്ക് യാർഡിലൊരു പോണ്ട് ഉണ്ടാക്കുക, അതിനകത്ത് കുറച്ച് മീനെയൊക്കെ വളർത്തുക, നമ്മുടെ ആ ഒരു ഇഷ്ടങ്ങളൊക്കെ സന്തോഷങ്ങളൊക്കെ അതിനകത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ആ ഒരു രീതിയിലായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് നാളത്തെ ആലോചനകൾക്കും നമ്മുടെ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പിലോട്ട് എത്തിയിരിക്കുന്നത്. ഇത് ഒരുപാട് വലിയ ടാങ്കൊന്നുമല്ല, ഏകദേശം ഒരു 1000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കാണ്. അപ്പം നമ്മുടെ കുറേ ഫിഷസും കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ നമ്മൾ അക്വേറിയത്തിനകത്താണ് വളർത്തിക്കൊണ്ടിരുന്നത്. അവരെയൊക്കെ നമ്മളിപ്പോൾ ഈ ടാങ്കിനകത്ത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കോസ്റ്റ് എത്രയായി, അതുപോലെ തന്നെ എന്തൊക്കെ രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ മെറ്റീരിയലാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോക്കകത്തോട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നേരെ തുടങ്ങാം. അപ്പം ഇത് എന്ന് പറയുന്നത് ടാങ്ക് എന്ന് പറയുന്നത് ഒരു 1000 ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ് കേട്ടോ. ഇത് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്നതാണ്, നമ്മൾ പ്ലാസ്റ്റിക് വെച്ച് ഉണ്ടാക്കിയതല്ല. ഇതൊരു പ്ലാസ്റ്റിക് ടാങ്കാണ്, പ്ലാസ്റ്റിക്കിൻ്റെ മോൾഡാണ്, ടാങ്കിൻ്റെ മോൾഡാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. അതിന് ഏകദേശം ഒരു 250 പൗണ്ടോളം ആയിട്ടുണ്ട്. അടുത്ത് ഏകദേശം ഒരു 25,000-ഓളം രൂപയാണ് ഈ ഒരു ടാങ്കിൻ്റെ വിലയെന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി ഓരോന്നിൻ്റെ വില ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഒരു ടോട്ടൽ എമൗണ്ട് അവസാനവും പറഞ്ഞു തരാം. അപ്പം ആർക്കെങ്കിലും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കമൻസൊക്കെ നിങ്ങൾ വീഡിയോയ്ക്കകത്ത് പറയണം. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയ്ക്കകത്ത് പറയണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ഈ വീഡിയോ അല്ലെങ്കിൽ നമുക്ക് ഈ ടാങ്ക് ഇതിനേക്കാളും നല്ല മനോഹരമായിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളിതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമ്മളിവിടെ ഒരു ടാങ്കാണ് വെച്ചിരിക്കുന്നത്. ഈ ടാങ്ക് ഏകദേശം 1000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കാണ്. ഇത് നമ്മൾ ഗാർഡൻ സെൻറ്ററിൽ നിന്ന് മേടിച്ചതാണ്. പല സ്ഥലത്തും നമ്മൾ അന്വേഷിച്ച സ്ഥലത്തുനിന്നും നമുക്ക് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അവസാനം ഒരു സ്ഥലത്തു നിന്നാണ് കിട്ടിയത്. അപ്പോൾ നമ്മളതിവിടെ കൊണ്ടുവന്ന് വെച്ചു. അതിനുവേണ്ടി പറ്റിയ രീതിയിലൊരു നല്ല കുഴിയെടുത്തു. ആ വീഡിയോ ഒക്കെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ കാണാം, ഫസ്റ്റ് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു നമുക്ക് കുഴിയൊക്കെ കുത്താനായിട്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല UK ഈ മണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ പോലെ അവിടെ കിടക്കുന്ന മണ്ണല്ല, ഇതെല്ലാം എടുത്തിട്ടിരിക്കുന്ന മണ്ണാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ കളിക്കാനായിട്ട്. പല രീതിയിലുള്ള മണ്ണാണ്. അതിനകത്ത് ചെളിയുണ്ട്, അല്ലാത്ത കട്ടി കൂടിയ മണ്ണുണ്ട്, അങ്ങനെയുള്ള പല സംഭവങ്ങളും ഈ ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യമേയൊക്കെ ഇത് കളിക്കാനായിട്ട്. അതിന് ശേഷം 2ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും നമ്മുടെ ഒരു സുഹൃത്ത് വന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരുടെ കൂടിയാണ് നമ്മൾ കുഴിയൊക്കെ കുത്തി. ആ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഈ ടാങ്കിൻ്റെ ഒരു അല്പം സൈഡ് പൊക്കി വെക്കാൻ തീരുമാനിച്ചത്. കാരണം ഓവർഫ്ലോ ആയിട്ട് വെള്ളം ഫ്ലോറിൽ വന്നാൽ അകത്തേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പൊക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഈ ഒരു ഫൗണ്ടൻ ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ച് തീരുമാനിച്ചത്. വാട്ടർഫോൾ ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ച് തീരുമാനിച്ചത്. അതിനുശേഷം നമ്മൾ നോക്കിയിട്ട് പല ഐഡിയകൾ നമ്മുടെ മനസ്സിൽ വന്നു. കോൺക്രീറ്റ് ചെയ്ത് വെക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റേതായ പ്രായോഗിക ബുദ്ധിമുട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് ഏത് സമയത്തും മഴയും തണുപ്പും എല്ലാം ആയിരുന്നുകൊണ്ട് നമുക്കിവിടെ ഒത്തിരി സമയം നിന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വാട്ടർഫോളിന് വേണ്ടിയുള്ള മോൾഡ് അതും നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുകയാണ് ചെയ്തത്. മോൾഡ് പീസായിട്ടുള്ള മോൾഡാണ് നമുക്ക് കിട്ടുന്നത്. ഇത് തന്നെ ഒരു ഏകദേശം 3 പീസായിട്ടുള്ളൊരു മോൾഡാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. അത് നമ്മൾ നമ്മുടേതായ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ ചെയ്തിരിക്കുന്നത് കുറച്ച് മരത്തിൻ്റെ കുറ്റികളൊക്കെ നമുക്ക് കിട്ടി. അത് അൺഎക്സ്പെക്റ്റഡായിട്ട് കിട്ടിയതാണ് കേട്ടോ, നമ്മളൊട്ടും പ്ലാൻ ചെയ്യാതെ കിട്ടിയതാണ്. നമ്മളതെല്ലാം നമ്മളിതിനകത്ത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു. ഇതുപോലത്തെ പുല്ല് പോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ച് നട്ടു. അതൊക്കെ ചിലതൊക്കെ ഫ്ലവർ ചെയ്യുന്നതാണ് കേട്ടോ, നല്ല രസമായിരിക്കും. നെക്സ്റ്റ് ഇയറൊക്കെ ആകുമ്പോഴത്തേന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ
ഇതുണ്ടോ ചെറിയ ചെറിയ പ്ലാന്റ്സ് നമ്മൾ നട്ടിട്ടുണ്ട്. ഇതെല്ലാം ക്ലൈംബിങ് പ്ലാന്റ്സ് ആണ്. അതെല്ലാം ഈ തടിയിലെല്ലാം കയറി നിൽക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്തിരിക്കുന്നത്. എല്ലാ മരത്തിൻ്റെ ചുവട്ടിലും നമ്മൾ അതുപോലെ 1-2 എണ്ണമൊക്കെ വെച്ച് നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നെക്സ്റ്റ് ഇയറൊക്കെ ആകുമ്പോഴത്തേന് അടിപൊളി ലുക്കിലോട്ട് ഈ ഒരു പോണ്ട് എത്തുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അതിനുശേഷം നമ്മൾ ചെയ്തത് ഇതുണ്ട്, ഈ ഒരു ഗ്രാസ് സെറ്റ് ചെയ്യായിരുന്നു. ഇത് അതിനുവേണ്ടി നമ്മൾ ഏകദേശം ഒരു 3 ലെയറോളം മണ്ണും കമ്പോസ്റ്റ് മിക്സ് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു 3 ലെയർ കമ്പോസ്റ്റ് ഇട്ടു. അതുപോലെ തന്നെ അതിന് മേളിൽ നമ്മൾ ടോപ്പ് സോയിൽ കാശ് കൊടുത്ത് മേടിച്ചത് ഇട്ടിട്ട് അതിന് മേളിലാണ് നമ്മൾ ഈ പ്ലാന്റ്സ് നട്ടിരിക്കുന്നത്. ഇതെന്ന് പറയുന്ന ഒരു ബോർഡർ പ്ലാന്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിത് ഫ്യൂച്ചറിൽ വളരുമ്പോൾ വെട്ടി നിർത്തുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കും. ആ ഒരു മൈൻഡിലാണ് നമ്മളിത് നട്ടിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഗ്രാസ് പീസായിട്ട് നമ്മൾ മേടിച്ച് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് നട്ടിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 6-7 ഗ്രാസോളം നമ്മൾ മേടിച്ചിട്ടുണ്ട്. ആ ഒരു ഗ്രാസും കൂടെ നട്ട് കഴിഞ്ഞപ്പോഴത്തെ ഒരു ലുക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫൈനലി നമ്മുടെ പോണ്ടിൻ്റെ പണി ഏകദേശമൊക്കെ തീർന്നിരിക്കുകയാണ്. ഇതാണിപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഫൈനലി നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് എല്ലായിടത്തും പുറത്തും അകത്തും എല്ലാം ഗ്ലാസ് ആയതുകൊണ്ട് ഇതിനൊരു ബോർഡർ ലൈൻ ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട് നമ്മളിവിടെ പെബിൾസ് മേടിച്ചു. വൈറ്റ് കളറുള്ള പെബിൾസ് മേടിച്ചിട്ട് ഇതിനിങ്ങനെ ബോർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡ്രോൺ വ്യൂ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ടാങ്കിൻ്റെ വ്യൂ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
ഇന്ന് ഹാപ്പിയാണ് ഇവിടെ. അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അത്യാവശ്യം വലുപ്പമുള്ള ഫിഷസിനെയാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. നമ്മൾ ചെറിയ ഫിഷസിനെ മനഃപൂർവ്വം മേടിക്കാനാണ്. കാരണം ഇതിൻ്റെ മേളിൽ ഇവിടെ ഈ ഡക്കൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ വന്നിതിനെ കൊത്തിയെടുക്കാനായിട്ട് സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ മാക്സിമം അത്യാവശ്യം വലുതിനെ നോക്കിയാണ് മേടിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ പിന്നെ പറയാതെ പോയൊരു കാര്യമാണ്, ഞാനിവിടെ ഒരു ഫിൽറ്റർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫിൽറ്ററാണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത്. ആ ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ നേരെ ഈ വാട്ടർഫോളിൻ്റെ മേളിൽ വെച്ചിരിക്കുകയാണ്. അവിടെ നിന്നാണ് ഈ വെള്ളം വീണ്ടും ഇതിനകത്തേക്ക് തന്നെ ടാങ്കിനകത്തേക്ക് തന്നെ റൊട്ടേറ്റ് ചെയ്ത് വീണുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ടാങ്കിൻ്റെ ഒരു ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടാങ്കൊക്കെ വീട്ടിൽ ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളാകുന്ന ഒരു രീതിയിലാണ് ഞാൻ ഈ ടാങ്ക് ചെയ്തിരിക്കുന്നത്. ആർക്കെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനതിനൊക്കെ റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നമ്മുടെ ഫിഷസൊക്കെ ഇന്ന് ഹാപ്പി ആയിട്ടുണ്ട്. ഞാൻ വെള്ളം ഓൾറെഡി ഇവിടെ ക്ലോറിനായിട്ടുള്ള വെള്ളമാണ് കിട്ടുന്നത്. അപ്പോൾ അതിനെ ഡീക്ലോറിനേഷൻ ചെയ്യാനുള്ള സൊല്യൂഷനൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫിൽറ്റർ വെച്ച് നല്ല രീതിയിൽ സൈക്കിൾ ചെയ്ത് 3 ദിവസത്തോളം ഇട്ടതിന് ശേഷമാണ് നമ്മളിന്ന് ഫിഷസിനെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യമാണ് ഇപ്പം ഞാനിവിടെ ഏകദേശം 2 ആഴ്ച കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ ടാങ്കും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുമ്പോഴത്തെ ഈ ഒരു വെള്ളം വീഴുന്ന ഈ ഒരു സൗണ്ടും ഇതൊക്കെ ഭയങ്കര ഒരു രസമാണ്. ഇവിടെയൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുമ്പോഴേ നമുക്കതിൻ്റെ ഒരു കാര്യങ്ങൾ അറിയത്തുള്ളൂ. നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി നമുക്ക് വെള്ളത്തിൽ ചാടുവോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ തോടുകളും പുഴകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് യാർഡിൽ തന്നെ നമ്മളതുകൊണ്ട് ഒരു ചെറിയൊരു കുളം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുവാണെങ്കിൽ ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. അക്വറിയത്തിനകത്ത് കിടന്ന മീനൊക്കെ അങ്ങ് വല്ലാണ്ട് ഇങ്ങനെ ഇടുങ്ങി കിടക്കുന്നൊരവസ്ഥയായിരുന്നു. അപ്പോൾ അവരെയൊക്കെ നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി റിലീസ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തേക്ക്. അതൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. ഞാൻ പലതവണ ഇപ്പോൾ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പം റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഏകദേശം ഇതിൻ്റെ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1000 പൗണ്ട് ആയിട്ടുണ്ട്. ഏകദേശം നാട്ടിൽ 1 ലക്ഷം രൂപയോളമാണ് ഈ ഒരു ടാങ്കിന് വേണ്ടി ചിലവായിരിക്കുന്നത്. അപ്പം ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ നമ്മളതനുസരിച്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഈ ഒരു ടാങ്കിനെ കുറിച്ചുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് തരിക. അപ്പോൾ എനിക്കതനുസരിച്ച് ഇവിടെ കുറച്ചും കൂടെ ഭംഗിയാക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാതായിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ.